شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. وصدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم الدين النصيحة. قالوا لمن؟ قال لله ولرسوله ولأئمة المسلمين وعامتهم. صدق رسول الله صلى الله عليه وسلم. والصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, പ്രഗത്ഭരായ പണ്ഡിതർ, സംഘടനാ പ്രവർത്തകർ, സുന്നത്ത് ജമാഅത്തിന്റെ ധീരരായ സുഹൃത്തുക്കൾ, സദസ്യരെ, സ്നേഹിതന്മാർ, കഴിഞ്ഞ പ്രസംഗങ്ങളിൽ നിന്നും ഇന്നത്തെ സാഹചര്യം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇസ്ലാം ഇവിടെ നിലകൊള്ളുന്നത് നസീഹത്തിന് വേണ്ടിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത് അദ്ദീനു അന്നസീഹ, ദീന് അത് നസീഹത്താണ്. നസീഹത്ത് എന്നാൽ ഗുണം ചെയ്യുക, ഗുണം കാക്ഷിക്കുക, ഗുണം പ്രതീക്ഷിക്കുക, അതിനുവേണ്ടി മറ്റുള്ളവരെ സഹായിക്കുക, പ്രേരിപ്പിക്കുക. അങ്ങനെ വ്യാപകമായ അർത്ഥമാണ് നസീഹത്ത് എന്ന് ഈ ഹദീസിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമുദായം ഇവിടെ പഠിപ്പിക്കുന്നത് നസീഹത്ത് ആണ്. എല്ലാവർക്കും ഗുണം കാക്ഷിക്കുക. മുസ്ലിമിന് മാത്രമല്ല, ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും മാത്രമല്ല, ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും മുഴുവൻ വസ്തുക്കൾക്കും ഗുണം കാക്ഷിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുക. ഇതാണ് മുസ്ലിം സമുദായം ഉദ്ദേശിക്കുന്നത്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. നേരത്തെ റഈസുൽ ഉലമാ സുലൈമാൻ മുസ്ലിയാർ പറഞ്ഞതുപോലെ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്നത് അതാണ്. ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസം കർമ്മപരമായ മസ്അലയിൽ ഉണ്ടായാലും അതിന്റെ പേരിൽ ഭിന്നിക്കുകയില്ല. വിശ്വാസപരമായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഒരേ വിശ്വാസത്തിലാണ് എവിടെയും എന്നും എപ്പോഴും. അറബികളും അനറബികളും സ്വഹാബത്തിന്റെ കാലം മുതൽ ഇന്നുവരെയും വിശ്വാസത്തിന്റെ വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഭിന്നിച്ചിട്ടില്ല. രണ്ട് അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഒരേ ഒരു അഭിപ്രായത്തിൽ സ്വഹാബത്തിന്റെ കാലം മുതൽ ഇന്നുവരെ വിശ്വാസപരമായ കാര്യം തുടർന്നു വരികയാണ്. അതേസമയം കർമ്മപരമായ വിഷയത്തിൽ ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ കക്ഷികളായി പിരിയാനും ഭിന്നിക്കാനും കാരണമായിട്ടില്ല. എല്ലാവരും ഒരേ സരണിയും ഒരേ വഴിക്കാണിയും മാത്രം തുറന്നു വരികയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ മുൻഗാമികൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് ആ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നത് അതാണ്. നമ്മുടെ മുൻഗാമികളെല്ലാം ചെയ്തത് ആ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ എന്നും എപ്പോഴും നാം അതേ രീതിയിൽ തുടരണം. അങ്ങനെ തുടരുമ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞതുപോലെ ബഹുജനങ്ങളെ, പൊതുജനങ്ങളെ, മുഴുവൻ ജനങ്ങളെയും നസീഹത്തിന്റെ മാർഗത്തിലൂടെ ആത്മാർത്ഥതയിലായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ മഹത്തായ തത്വം ഞങ്ങൾ സ്വീകരിച്ചതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഇന്ന് ഞങ്ങളുടെ സംഘടനയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രവർത്തകരും ദൈനംദിനം വർദ്ധിച്ചു വരികയും ഉൽപ്പന്നമാവുകയും മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ ഒരു കാലത്ത് മറ്റൊരു സംഘടനയും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതിയും വളർച്ചയും ഏകോപന രീതിയും വേണമെന്ന കാരണത്താൽ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുകയും അതിനുശേഷം യുവാക്കന്മാരെ യോജിപ്പിച്ചുകൊണ്ട് SYS രൂപീകരിക്കുകയും വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് SSF ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ശേഷം മഹല്ലുകൾ ഏകീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന് SMA രൂപം കൊണ്ടു. കൂടാതെ
വിദ്യാഭ്യാസ രംഗത്ത് വളരെ കൂടുതൽ ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ചിന്തിക്കുന്നതിനും പ്രത്യേകം ഒരു വിങ് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എന്നതും ഉണ്ടായി. ഇതെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രവർത്തനം ഇത്രയും വ്യാപകമായ സ്ഥിതിക്ക് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും 95 വയസ്സായവരെയും 120 വയസ്സായവരെയും അതിന്റെ തൊട്ടടുത്ത് താഴെയുള്ളവരെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും കൂടുതൽ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ നസീഹത്ത്, പ്രചോദനം അത് നൽകിക്കൊണ്ട് സന്മാർഗത്തിലൂടെ കൊണ്ടുവരുന്നതിന് ഒരു പൊതുജന സംഘടന, ബഹുജന സംഘടന അനിവാര്യമാണെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെട്ടതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ തന്നെ പലപ്പോഴും ഇരുന്ന് ചർച്ച നടത്തുകയും അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്തതിന്റെ ശേഷമാണ് അങ്ങനെ ഒരു സംഘടന ഉണ്ടാകുമെന്ന് ഒരു അനൌദ്യോഗിക പ്രഖ്യാപനം SYSന്റെ 60ാം വാർഷിക സമ്മേളനത്തിൽ മലപ്പുറത്ത് വെച്ച് നാം എടരിക്കോട്ട് വെച്ച് പറയുകയുണ്ടായി. ഇന്ന് അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, വലിയൊരു സന്തോഷമെന്താണ്? ലക്ഷങ്ങൾ ചെലവഴിച്ച് വലിയ വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പകരം അതൊന്നുമില്ലാതെ ഈ സംഘടന എല്ലാവരും പ്രചരിപ്പിച്ചു. രാഷ്ട്രീയം ഇത് മാത്രമാണോ ഇവിടെ ഉള്ളത്? എന്താണ്? ഞാൻ അത്ഭുതപ്പെടുകയാണ്. കക്ഷി രാഷ്ട്രീയം അതുമാത്രമാണോ ഇവിടെ ഉള്ളത്? വേറെ എന്തെല്ലാം ഇവിടെ ചെയ്യാനുണ്ട്? അതുകൊണ്ട് ഞങ്ങളുടെ സംഘടന ഈ ഇരിക്കുന്ന നിങ്ങളോടെല്ലാം, നമ്മുടെ പത്രപ്രവർത്തകരോടും വാർത്താമാധ്യമങ്ങളോടും എല്ലാം ആ സംഘടനയുടെ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ നിങ്ങൾ ഞാൻ അറിയിക്കുന്നു, ഞങ്ങളുടെ മുസ്ലിം ജമാഅത്ത് അത് രാഷ്ട്രീയ സംഘടന അല്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം, ഈ മുസ്ലിയാക്കന്മാരിപ്പോഴും അവർക്ക് ധൈര്യം പോരാ, രാഷ്ട്രീയങ്ങളാക്കാൻ ധൈര്യം പോരാ. അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം എന്ന് രാഷ്ട്രീയ പ്രവർത്തകർ കരുതിപ്പോകണ്ട. ശരിക്ക് പാഠം പഠിപ്പിക്കേണ്ട തലത്ത് പഠിപ്പിച്ച് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും അത് പഠിപ്പിക്കേണ്ടി വരും ആവശ്യം വന്നാൽ. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഒരു വഖഫ് ബോർഡ് ഉണ്ട്. കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ വഖഫ് ബോർഡുള്ളതിൽ ആ വഖഫ് ബോർഡിന്റെ നന്മ അവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ഒരുപോലെ ലഭിക്കുന്നു, ഒരേ ക്രമത്തിൽ ലഭിക്കുന്നു. ജാതിമത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ജനങ്ങൾക്കും അവിടുത്തെ വഖഫ് ബോർഡിൽ നിന്ന് ആവശ്യമായ ആനുകൂല്യങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകുന്നു. അതിന് പകരം ഒരു വഖഫ് ബോർഡ് ഏതെങ്കിലും ഒരു കുത്തക രാഷ്ട്രീയത്തിന്റെ കയ്യിൽ മാത്രം അടക്കി ഒതുക്കി വെച്ച് ഇവിടെ ബാക്കിയുള്ളവരെ അടിച്ചമർത്താനുള്ള ഈ പ്രവണത ഇനി വിലപ്പോവുകയില്ല. അതിനർത്ഥം ഞങ്ങൾ രാഷ്ട്രീയം ഉണ്ടാക്കുന്നതല്ല.
ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയ സംഘടന വേണ്ട, അതില്ലാതെ തന്നെ ഇരുത്തേണ്ടവരെ ഇരുത്താൻ കഴിയും. അത് കഴിച്ചിട്ടുണ്ട്, അനുഭവമല്ലേ. ഇത് കിബിറ് പറയുന്നതല്ല. ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു വസ്തുവോടോ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ രംഗമോ വകുപ്പോ മറ്റൊന്നും പ്രവർത്തിക്കേണ്ടതില്ല. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം. അത് പ്രവർത്തിക്കാതിരുന്നാൽ തീർച്ചയായും അതിന്റെ ഫലം കാണേണ്ടി വരും. കാരണം ചില ആളുകൾ ഇത് രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നാളെ മുതൽ ഈ ആലിമീങ്ങളെ കൈവാരിത്തേക്കാനും ആലിമീങ്ങളെ കുതിര കയറാനും കാത്തിരുന്നവർ അവർ ഹായിമായി പരാജയപ്പെടുകയാണല്ലോ. ഇത് രാഷ്ട്രീയ സംഘടന അല്ലാന്ന് പറയുന്നതോടുകൂടി. അല്ലെങ്കിൽ ഞങ്ങളോടൊരു അഭിപ്രായം ചോദിക്കുന്നതിന് മുമ്പ് എങ്ങനെ ഒരു പത്രത്തിൽ മുഖപ്രസംഗം എഴുതി? പത്രം എന്ന് പറഞ്ഞൂടാ, എന്തുവാട്ടെ, എങ്ങനെ എഴുതുന്നു ഒരു വിഷയത്തെ സംബന്ധിച്ച് വരുമ്പോൾ ഒന്ന് ചോദിച്ചുകൂടെ? അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളോട് ചോദിച്ചിട്ട് അല്ല ഇങ്ങനെ വരാൻ പോകുന്നുണ്ട്, അത് രാഷ്ട്രീയ സംഘടനയാണോ? അല്ലേ? ഒരു പക്ഷേ ഞങ്ങൾ ഇപ്പോൾ മറുപടി പറയുന്നില്ല എന്നായിരിക്കും ഞങ്ങൾ പറയാം. എന്നാലും ശരി, ഒന്ന് ചോദിച്ചിട്ട് ആണെങ്കിൽ ഒരു ധ്വനിയെങ്കിലും കിട്ടുമല്ലോ. അതൊന്നുമല്ലാതെ എഴുതി വിടുന്നതിനൊന്നൊരർത്ഥമില്ല. അവരൊക്കെ ലക്ഷ്യമെന്താണ്? ഇവിടെ ഫിത്നയും ഫസാദും ഉണ്ടാക്കി ജനങ്ങളെ കലക്കറോളാം. കലക്കുന്നതിന് പകരം എനിക്ക് പറയാനുള്ളത് ഈ രാജ്യത്ത് സമാധാനമുണ്ടാക്കണം, ഐക്യമുണ്ടാക്കണം, ചിത്രതയില്ലാതിരിക്കണം. നിങ്ങൾ കേട്ടില്ലേ ഇപ്പോൾ അറബ് രാഷ്ട്രത്തിന്റെ സ്ഥിതി എന്താണ്? ഇറാഖിലും യമനിലും സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും അവർ തന്നെ അറബ് രാഷ്ട്രമല്ലെങ്കിലും അവിടേക്ക് എന്താണ് നിങ്ങൾക്ക് അവസ്ഥ? ഒരു നേതാവ് ഇല്ല, ഒരു നേതൃത്വമില്ല, നേതൃത്വത്തിനെ അംഗീകരിക്കുന്ന ആളുകളും ഇല്ല. അങ്ങനെ തമ്മിലടിച്ച് നൂറുകണക്കിന് ആളുകൾ കലഹിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്തത്? ഇത് നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നില്ലേ? ഞാൻ ചോദിക്കുന്നു, ഇത് നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നു അല്ലേ? ഈ അവസ്ഥ നമ്മുടെ നാട്ടിന് വരാൻ പാടില്ല. അത് വരാതിരിക്കണമെങ്കിൽ നാം സത്യസന്ധമായി പ്രവർത്തിക്കണം. എല്ലാ രാഷ്ട്രീയ കക്ഷികളും, ഞാൻ ഒരു കക്ഷികളോടല്ല പറയുന്നത്, ഏത് കക്ഷികളുണ്ടോ അവർ മുഴുവനും സത്യസന്ധമായി ഇവിടെ പ്രവർത്തിക്കുകയും ഒരൽപ്പമെങ്കിലും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. എന്നോട് അടുത്ത ദിവസം രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കൊല്ലം കിട്ടിയ സീറ്റ് കൊല്ലം കിട്ടുന്നില്ല, അതിലെല്ലാം പുരുഷന് കൊല്ലം സ്ത്രീ. അങ്ങനെ ആയാൽ ഒരു മെമ്പർക്കും അയാളെ വാർഡ് നന്നാക്കണമെന്ന് താല്പര്യം ഉണ്ടാവില്ല. എന്റെ വാർഡ് നന്നാക്കിയിട്ട് അടുത്ത കൊല്ലം എനിക്ക് വോട്ട് കിട്ടണമെന്ന് ഉള്ള ചിന്തല്ല. ഏതായാലും ഞാൻ എത്ര നന്നാക്കിയാലും ഞാനിവിടെ ഉണ്ടാവില്ല, അടുത്ത കൊല്ലം പെണ്ണായിക്കും എന്ന് മനസ്സിലാക്കി കഴിയും എന്ന് ഒരു ആള് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ആള് പറയുന്നത് പഞ്ചായത്തിന്റെ എല്ലാ വികസനവും ചില യുക്തിയും കൗശലവുമുള്ള ആളുടെ വാർഡിൽ മാത്രമായി പരിമിതമായി പോകും, അല്ലാത്ത സാധുക്കളെ സ്ഥലത്തൊന്നും കിട്ടൂല, അതുകൊണ്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് തീരുമാനിച്ചതാണ്. ഞാൻ പറയുന്നത് ആത്മാർത്ഥതയുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവണം. പഞ്ചായത്തിലാവട്ടെ, മണ്ഡലത്തിലാവട്ടെ, പാർലമെന്റിലാവട്ടെ, എവിടെയായാലും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നവർ വേണം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. സ്വന്തം ശരീരത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം അല്ല, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കക്ഷികൾ ഇവിടെ ഉണ്ടാവണം.
അതില്ലെങ്കിൽ തീർച്ചയായും മുസ്ലിം ജമാഅത്ത് അതിൽ ഇടപെടുകയും നിങ്ങളെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തുകയും ചെയ്യും. അല്ല, നേരെ പോകുമ്പോ ഞങ്ങൾ ഒരിക്കലും നിങ്ങളിൽ കൈകടത്തുകയില്ല. ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്നുമില്ല. ഞങ്ങൾക്കിവിടെ ധാരാളം മദ്രസകൾ ഉണ്ടാക്കണം, പള്ളികൾ ഉണ്ടാക്കണം, ആശുപത്രികൾ ഉണ്ടാക്കിക്കൊടുക്കണം, പൊതുജന സേവ ധാരാളമായി ചെയ്യണം. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, സ്വാതന്ത്ര്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി SYS കേരളത്തിലെ എത്രയെത്ര ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും അതിനുള്ള വാർഡുകളും നന്നാക്കിക്കൊടുത്തു. ഗവൺമെന്റിനെ കൊണ്ട് കഴിയാത്തത് കൊണ്ടോ ചെയ്യാത്തത് കൊണ്ടോ ഞങ്ങൾക്കറിയില്ല. ഏതായാലും വളരെ വൃത്തികെട്ട് കിടക്കുന്ന ഒരുപാട് വാർഡുകൾ SYSന്റെ സ്വാതന്ത്ര്യ പ്രവർത്തനത്തിനായി നന്നാക്കിക്കൊടുത്തു. കുഷ്ഠരോഗാശുപത്രിയിലടക്കം ചെയ്തു കൊടുത്തു. അതുപോലെ ആശുപത്രിയിൽ ചെന്ന് ജനങ്ങൾക്ക് കാത്തു നിൽക്കാനുള്ള ഷെഡുകൾ ഞങ്ങളാണ് കെട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടക്കം ഞങ്ങൾ ഷെഡ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അവിടെ രോഗികൾ പോയി രോഗികളെ കാണാൻ വരുന്ന ആളുകൾ മഴ കൊണ്ടു നിൽക്കുകയാണ്, ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ ഒരുപാട് സ്വാതന്ത്ര്യ പ്രവർത്തനം ചെയ്യാറുണ്ട്. മെഡിക്കൽ കോളേജിന്റെ അടുത്ത് സഹായി എന്ന പേരിൽ അവർ സംഘടന രൂപീകരിച്ച് അവർക്ക് ഡയാലിസിസ് സെന്റർ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇന്ന് കിഡ്നി രോഗം വർദ്ധിച്ചപ്പോൾ അവർക്ക് ഡയാലിസിസ് സെന്ററുകൾ, അതുപോലെ മറ്റ് സെന്ററുകൾ, മെഡിക്കൽ പരിശോധനയ്ക്ക് ചെക്കപ്പിനുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം സൗജന്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് അതാ ക്യാൻസർ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് അൽഹംദുലില്ലാഹ് വലിയൊരു സ്ഥലം ഞങ്ങൾ വാങ്ങുകയും അതിന് ശിലയിടുകയും ചെയ്ത് അതിന്റെ പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ കെട്ടിടം പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സൗജന്യമായി അവർക്കവിടെ താമസിക്കാനും ചികിത്സ തേടാനുമുള്ള ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങളുടെ സഹായം കൊണ്ട്. ഇങ്ങനെ 100 സംഭവങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ പുറത്ത് ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ സ്റ്റേറ്റുകളിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാഹ് വളരെ സജീവമായി നടക്കുകയാണ്. അസാമിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട് വീട് പൊളിച്ചു പോയപ്പോൾ അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനും, അതുപോലെ വെസ്റ്റ് ബംഗാളിലും ബീഹാറിലും മറ്റു പല സ്ഥലങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നും എല്ലാം മുസ്ലിം ജമാഅത്ത് ഞങ്ങളുടെ നാട്ടിൽ എപ്പോഴാണ് രൂപീകരിക്കുന്നത് എന്ന് ടെലിഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നീട്ടിപ്പറയുന്നില്ല. അതുകൊണ്ട് ഈ രാജ്യത്ത് സമാധാനമുണ്ടാക്കാൻ, ഐക്യത്തോടുകൂടി മുന്നോട്ട് നീങ്ങാൻ, സമാധാനത്തിൽ അധിഷ്ഠിതമായ ഒരു ജനതയെ കെട്ടിപ്പടുക്കാൻ യുവജനങ്ങൾ മാത്രമല്ല വയോജനങ്ങൾ അടക്കം എല്ലാവരെയും ഒരേ ചരടിൽ അണിനിരത്തി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുകയും അതേസമയം ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും നന്മ ചെയ്തു കൊടുത്ത് എല്ലാവരെയും നമ്മുടെ മുൻഗാമികളായ സജ്ജനങ്ങൾ കൊണ്ടുവന്ന ആ പാതയിലൂടെ, ആ സരണിയിലൂടെ, വഴിയിലൂടെ നടത്തുകയും ചെയ്യാൻ ഈ മുസ്ലിം ബഹുജന സംഘടന കേരള മുസ്ലിം ജമാഅത്ത് ഇൻഷാ അല്ലാഹ് പ്രവർത്തിക്കും. ഞാൻ വീട്ടിൽ സംസാരിക്കുന്നില്ല, ആരും തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾ ഇത് രാഷ്ട്രീയ സംഘടനയായി പ്രവർത്തിക്കാൻ വേണ്ടിയല്ല, ഞങ്ങൾ ഇവിടുത്തെ ഭൗതികമായ ഒരു പ്രവർത്തനത്തിനും അല്ല, മറിച്ച് SYSന്റെ പ്രവർത്തനം വ്യാപകമാക്കി, എത്ര വ്യാപകമാക്കിയാലും മതിയാവാത്ത അവസ്ഥയിലേക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമ്മുടെ സംഘടന വളർത്തി തന്നിട്ടുണ്ട്. ആ സംഘടനയുടെ വളർച്ച നമ്മൾ നന്നാക്കിയെടുക്കുക, ഇനിയും കൂടുതൽ വികസിപ്പിക്കുക. അത് മാത്രമാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. നല്ലത് പറയാൻ പഠിപ്പിക്കുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടുക.
വഖൂലു നിങ്ങൾ പറയുക ഖൗലൻ സദീദൻ നേരെയുള്ള ചൊവ്വായ സത്യമായ വാക്ക് മാത്രം പറയുക. അള്ളാഹുവിന്റെ ഓർഡറാണ്. എന്നാൽ യുസ്ലിഹുലക്കും അഅ്മാലക്കും നിങ്ങൾ ചൊവ്വായ വാക്ക് പറഞ്ഞാൽ, നല്ല നേരെയുള്ള വാക്ക്, സത്യമായ വാക്ക് നിങ്ങൾ പറയുന്ന പക്ഷം യുസ്ലിഹുലക്കും അഅ്മാലക്കും നിങ്ങളുടെ അമലുകളെ അള്ളാഹു തആല നിങ്ങൾക്ക് നന്നാക്കി തരും. വയഗ്ഫിർലക്കും ദുനൂബക്കും നിങ്ങളുടെ ദോഷങ്ങളെ അള്ളാഹു തആല പുറത്തു തരും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖൗലുൻ സദീദ് നേരായ ചൊവ്വായ വാക്ക് പറയുക, ചൊവ്വായ വാക്ക് പ്രവർത്തിക്കുക. അദ്ദീനു അന്നസീഹ ദീന് എന്താണ്? അത് നസീഹത്താണ്. ലിമൻ എന്ന് ചോദിച്ചു സ്വഹാബത്ത്. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ഹബീബിൽ വിശ്വസിക്കുകയും അതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാരെ സ്വീകരിക്കുകയും പൊതുജനങ്ങൾക്ക് നന്മകൾ പകർന്നു കൊടുക്കുകയും ചെയ്യുക. അതാണ് നസീഹത്തിന്റെ ചുരുക്കമെന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച നസീഹത്ത് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങളുടെ താല്പര്യം, അത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ ഭാഗമായി ഇപ്പോൾ കേരള മുസ്ലിം ജമാഅത്താണ് രൂപീകരിച്ചിട്ടുള്ളത്. അത് ഔദ്യോഗികമായി കേരള മുസ്ലിം ജമാഅത്ത് നിലവിൽ വന്നതായി പ്രഖ്യാപിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد صلاة ترضيك وترضى بها عنا يا أرحم الراحمين. അർഹമറാഹിമായ അല്ലാഹ്, ഈ സംഘടന നിന്റെ പൊരുത്തത്തിനു വേണ്ടി, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പരിപൂർണമായും വിജയിപ്പിച്ചു തരുന്നത് നിന്നിൽ അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നീ ഞങ്ങൾക്ക് വിജയിപ്പിച്ചു തരണം റഹ്മാനെ. നീ ഞങ്ങളുടെ സംഘടന